പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശു നമ്മുടെ ഏക മധ്യസ്ഥനും ഏക രക്ഷകനുമാണ്. എന്തുകൊണ്ടാണ് നമുക്കൊരു മധ്യസ്ഥൻ ആവശ്യമായി വന്നത്? രണ്ട് കക്ഷികൾ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോഴാണ് പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരു മധ്യസ്ഥനെ നമുക്ക് ആവശ്യമായി വരുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് പറുദീസായിൽ ആക്കി. ആ നാളുകളിൽ ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അവർ വളരെ സ്നേഹത്തോടും ഐക്യത്തോടും കൂടി ഒരുമിച്ച് ജീവിക്കുന്ന ഒരു അനുഭവത്തിലായിരുന്നു അവർ. ഇതിൽ അസൂയ പൂണ്ട സാത്താൻ, അവന് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നതിന് വേണ്ടി സാത്താൻ സർപ്പത്തിൻ്റെ രൂപത്തിൽ പറുദീസായിൽ വന്ന് മനുഷ്യനെ പ്രലോഭനം ഉണ്ടാക്കി. മനുഷ്യൻ സാത്താനെ വിശ്വസിക്കുകയും ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്യുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്തതുകൊണ്ട്, ദൈവത്തെ ധിക്കരിച്ചതുകൊണ്ട് ദൈവം മനുഷ്യനെ പറുദീസായിൽ നിന്ന് പുറത്താക്കി. ദൈവവും മനുഷ്യനും തമ്മിൽ പ്രശ്നം നിലനിന്നതുകൊണ്ടാണ് ഒരു മധ്യസ്ഥനെ നമുക്ക് ആവശ്യമായി വന്നത്. അത് ദൈവവും മനുഷ്യനുമായ ഒരു വ്യക്തിക്കാണ് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവം മനുഷ്യനെ ഒരിക്കലും തള്ളിക്കളയുകയല്ല ചെയ്തത്. സ്നേഹത്തോടു കൂടി അവനെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. യേശു ആണ് നമ്മുടെ രക്ഷകൻ. യേശുവാണ് ഇന്നും നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് മാധ്യസ്ഥം വഹിക്കുന്നവൻ. നമ്മുടെ എല്ലാ പാപഭാരങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് രക്ഷ നൽകുവാനായിട്ടാണ് യേശുനാഥൻ ഈ ഭൂമിയിലേക്ക് വന്നത്. യോഹന്നാൻ 3:16-17 തിരുവചനങ്ങളിലൂടെ അത് വ്യക്തമായി പറയുന്നുണ്ട്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് വിട്ടത് ലോകത്തെ തിന്മയ്ക്ക് വിധിക്കാനല്ല, ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. 1 തിമോത്തിയോസ് 2:56 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ഇപ്പോൾ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, കർത്താവായ യേശുക്രിസ്തു. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചന മൂല്യമായി നൽകി. യോഹന്നാൻ 3:16 ഇത് തന്നെയാണ് നാം കാണുന്നത്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ ക്രിസ്തു. അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. യോഹന്നാൻ 2:12 പറയുന്നുണ്ട്. ബൈബിൾ പറയുന്നു, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ യേശുവല്ലാതെ മറ്റൊരു മധ്യസ്ഥനില്ല. യേശുവിൻ്റെ മധ്യസ്ഥത അവിടുത്തെ പ്രാർത്ഥന വഴി ഇന്നും തുടരുകയാണ്. റോമ 8:34 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തു ദൈവത്താൽ സ്ഥാപിതമായ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ ഇരു കക്ഷികളോടും തുല്യത ഉള്ള ഒരു മധ്യസ്ഥൻ, അതായത് ദൈവവും മനുഷ്യനുമായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവാണ് നമ്മുടെ ഏക മധ്യസ്ഥൻ, നമ്മുടെ ഏക രക്ഷകനും യേശു ക്രിസ്തുവാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.